ഞാൻ ഇന്ന് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും മിക്സിയിൽ ഒന്ന് കറക്കി എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പഴം എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. തേങ്ങ പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പുട്ടിന് നല്ല മണമുണ്ടായിരിക്കുന്നതാണ്. പഴം ഞാൻ ഒന്നെടുത്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു നുള്ള് അതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മുറിച്ച് വെച്ച ഏത്തപ്പഴത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഏത്തപ്പഴം ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം ഗോതമ്പ് പൊടി ഇട്ട് പിന്നീട് കുറച്ച് പഴവും ഇട്ട് നമുക്കൊന്ന് നിർത്തി അടിച്ചെടുക്കാം. ഇതാ ഞാനിങ്ങനെ നിർത്തി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴം കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഞാനൊരു കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ ആ നനവ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് എന്താണോ കൂടുതലുള്ളത് അപ്പം മറ്റേത് ആഡ് ചെയ്ത് കൊടുക്കുക. പഴം വേണമെങ്കിൽ പഴം ഇട്ടിട്ട് കുറച്ചിട്ടിട്ട് അടിച്ചു കൊടുക്കുക. പിന്നീട് ഞാനിതിലേക്ക് ഒരു നുള്ളും കൂടി ഉപ്പ് വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ പൊടിയുടെ പരുവം അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പഴത്തിൽ നിന്ന് അത്രയും പഴം ഞാൻ എടുത്തു. പൊടിയും ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട്. ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുട്ടും തൂക്ക് സ്റ്റവിൽ വെച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. പൊടിയുടെ പരുവം അറിയുന്നതിന് ഇതെങ്ങനെ പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊടിച്ചാൽ പിന്നെ അതങ്ങനെ കട്ടകളില്ലാതെ അങ്ങനെ പൊടിഞ്ഞ് വരും. അങ്ങനെ നമ്മളൊന്നിങ്ങനെ പിടിയാക്കി നോക്കുക. അപ്പോൾ അതങ്ങനെ കട്ടകളില്ലാതെ അങ്ങനെ നല്ല രീതിയിൽ വരും. ഇനി നമുക്ക് നന്നായി കുഴച്ചിട്ട് കുറ്റിയിലിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഈ പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ല മധുരമൊക്കെ ഉണ്ടായിരിക്കും. ആ പഴത്തിൻ്റെ മധുരമല്ലേ അങ്ങനെ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റും. മധുരം നല്ല സോഫ്റ്റോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിക്കണ്, ആവി വരുന്നുണ്ട്. നമുക്ക് ഈ കുറ്റി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
അതാ അതിൻ്റെ മുകളിലേക്ക് കുറ്റി വെച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആവി വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പുട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.